അസ്സലാമു അലൈക്കും. പ്രിയങ്കരനായ മൻസൂർ സാറിനും സജ്ജാദ് സാറിനുമാണ് ആദ്യത്തെ നന്ദി. ഫ്രൈഡേ ക്ലബ്ബുമായി എന്നെ കണക്റ്റ് ചെയ്യുന്നതിന് ക്ഷണിച്ച രണ്ട് വ്യക്തികളാണ്. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് എന്നെ എന്തോ അവരൊരു അസസ് ചെയ്തു എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫ്രൈഡേ ക്ലബ്ബിലേക്ക് വരണമെന്നും ഒരു ക്ലാസ് ചെയ്യണമെന്നും എന്നോട് പറഞ്ഞത്. കുറേ കാലങ്ങളായി ഞാൻ ക്ലാസ് എടുക്കാറില്ല. അതിനു മുമ്പ് സ്ഥിരമായ ക്ലാസ്സുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പല സ്ഥാപനങ്ങളുടെയും ഫാക്കൽറ്റി ആയിരുന്നു. സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് തുടങ്ങിയ വിവിധ വിഷയങ്ങളൊക്കെ തന്നെ, ഫാമിലി റിലേഷൻഷിപ്പ്, ഇതുമായി ബന്ധപ്പെട്ട നിരവധി ക്ലാസ്സുകൾ പല മേഖലകളിൽ ഞാൻ ചെയ്തിരുന്നു. അവിടെ നിന്നെല്ലാം കിട്ടിയ ഫീഡ്ബാക്കുകൾ എനിക്ക് തന്നെ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുന്നതിന് പ്രേരകമായി മാറിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇന്നും ഞാനുമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു സങ്കടം ഞാൻ പറയാം. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് ഞാൻ 3/4 മണിക്കൂറിനായി ഒതുക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമാണ്. കാരണം ഇതൊരു വിപുലമായ അർത്ഥമുള്ള ഒരു വിഷയമാണ്. ശരിക്കും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിന് മുമ്പായി റിലേഷൻഷിപ്പ് എന്നാൽ എന്ത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഏതാണ്ട് ഇരിക്കുന്ന ആളുകളുടെ മുഖം കണ്ടപ്പോൾ ഏകദേശം ആളുകൾക്ക് അതറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റൊരാളുമായി നമ്മുടെ ബന്ധത്തിനെയാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ സബ്ജക്റ്റിലേക്ക് നേരിട്ട് പോവുകയാണ്, സമയക്കുറവുള്ളതുകൊണ്ട്. പക്ഷെ അതല്ലാതെ ഒരു റിലേഷൻഷിപ്പുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, നമ്മൾ മറ്റ് ആളുകളുമായിട്ടുള്ള ബന്ധത്തിനെയാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ മറ്റൊരു ബന്ധവും നമുക്കുണ്ട്. അതിൻ്റെ പേര് ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നാണ്. നമുക്ക് നമ്മളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. പല ആളുകളും വിസ്മരിച്ചു പോകുന്ന ഒരു ബന്ധമാണ് അത്, ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ്. എനിക്ക് ഞാനുമായിട്ടുള്ള ബന്ധം. നിങ്ങളുടെ രണ്ടാമത്തെ ബന്ധം ഊഷ്മളമാകണമെങ്കിൽ നിങ്ങളുടെ ഒന്നാമത്തെ ബന്ധം പെർഫെക്റ്റ് ആവണം. നിങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരാളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തണം? അവിടെയാണ് ഞാൻ എൻ്റെ ക്ലാസ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു 10 മാർക്ക് നിശ്ചയിക്കുന്നു. ഓരോരുത്തർക്കും ഒരു ടോട്ടൽ 10 മാർക്സ്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്കിടും? സ്വയം ആലോചിച്ച് ആരും പറയണ്ട. സ്വയം മനസ്സിൽ ഈ 10 മാർക്കിന് നിങ്ങളിപ്പോൾ, നിങ്ങളുടെ ഏജൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത്രയും വർഷത്തെ ജീവിത പരിചയത്തിൽ, അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മാർക്കിട്ടിട്ടുണ്ടോ? പലരും ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു മാർക്കിടും. 10ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കൊടുക്കും? ഇന്ന് ചെയ്യണ്ട, ഇപ്പോൾ ചെയ്യണ്ട, വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചെറുതായിട്ടൊന്ന് അസസ് ചെയ്യുക. നിങ്ങളെ അസസ് ചെയ്യുകയാണ്. പേഴ്സണൽ അസസ്മെൻറ്റ് എന്ന് പറയും. ഈ പേഴ്സണൽ അസസ്മെൻ്റാണ് നിങ്ങളുടെ ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ്. നിങ്ങൾക്കിടുന്ന മാർക്കിൽ നിന്നും നിങ്ങളെ അസസ് ചെയ്യുന്നു. 10 മാർക്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കൊടുക്കും? രണ്ടാമത് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. മറ്റൊന്നുമല്ല, ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളെ പാർട്ട്ണറോട് നിങ്ങൾ ചോദിക്കണം, നീ എനിക്ക് എത്ര മാർക്കിടും? 10 മാർക്കാണ്. ഇന്നൊരു ഫാക്കൽറ്റി അവിടെ വന്ന് പറഞ്ഞു 10 മാർക്ക് തരുന്നു. അതിൽ എനിക്കെത്ര മാർക്ക് ഇടണമെന്ന് ഞാൻ തീരുമാനിക്കാൻ പറഞ്ഞു. നീ എനിക്ക് എത്ര മാർക്ക് തരും? 10 മാർക്കിൽ
ഔട്ട് ഓഫ് 10 എത്ര നീ എനിക്ക് തരും? നിങ്ങൾ വൈഫിനോടൊന്ന് ചോദിച്ചു നോക്കണം. ഈ 3 സഹോദരിമാർ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അവരും അവരെ ഹസ്ബൻഡിനോട് ചോദിക്കണം, 10 നിങ്ങൾ എനിക്ക് എത്ര മാർക്ക് തരും? ഈ രണ്ടാമത്തെ അസസ്മെൻറ്റിൻ്റെ പേരാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ എത്ര മാർക്ക് തരും എന്നുള്ളിടത്ത് നിങ്ങളുടെ ഫാമിലി അസസ്മെൻറ്റ് നടക്കും. നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കും എന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നിടത്ത് നിങ്ങളുടെ പേഴ്സണൽ അസസ്മെൻറ്റ് നടക്കും. ഇൻട്രാ പേഴ്സണൽ അസസ്മെൻറ്റും ഇൻ്റർപേഴ്സണൽ അസസ്മെൻറ്റും. ഇത് രണ്ടും ചെയ്യുന്നിടത്ത് നിന്നാണ് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് പോകുന്നത്. എത്ര തരം ബന്ധങ്ങളുണ്ട് നിങ്ങൾക്കറിയാമോ? എത്ര തരം ബന്ധങ്ങളുണ്ട്? നമ്മുടെ ഈ ഭൂമിയിൽ പടച്ച തമ്പുരാൻ നമുക്ക് എത്ര ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്? പ്രധാനമായിട്ടും 4 ബന്ധങ്ങളാണുള്ളത്. 1 ആണും തമ്മിലുള്ള ബന്ധം. 2 പെണ്ണും തമ്മിലുള്ള ബന്ധം. 3 ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം. ഇങ്ങനെ 3 ബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നത്. 3 തരം ബന്ധങ്ങൾ, ഇതിനപ്പുറം ബന്ധമില്ല. ആണും തമ്മിലുള്ള ബന്ധം, പെണ്ണും തമ്മിലുള്ള ബന്ധം, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം. ഈ 3 ബന്ധങ്ങളും ഊഷ്മളമാക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ, ഞാൻ പെട്ടെന്ന് പോവുകയാണ് കേട്ടോ, 3/4 മണിക്കൂർ കൊണ്ട് കുറച്ചെങ്കിലും നിങ്ങൾക്ക് തരണം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഈ 3 ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളുണ്ട്. നമുക്ക് 5 ലൈഫുണ്ട്. നമ്മളെല്ലാം കരുതുന്നത് നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ എന്നുള്ളതാണ്. അത് ശരി വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് 5 ലൈഫുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? 1 നമ്മുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങൾ മാത്രമുള്ള ഒരു ജീവിതം. ഒറ്റയ്ക്ക് ജനിച്ചു, ഒറ്റയ്ക്ക് മരിച്ചു. പേഴ്സണൽ ലൈഫാണ്. അവിടെ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ബന്ധങ്ങളും MD വാസുദേവൻ നായർ എന്ന വിശ്വോത്തരനായ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, ബന്ധങ്ങളും ബന്ധുക്കളുമൊക്കെ ഉണ്ടെങ്കിലും മൗലികമായി മനുഷ്യരെല്ലാം ഏകരാണ്. എല്ലാവർക്കും അവരവരുടെ ജീവിതം ഒറ്റയ്ക്ക് തന്നെ ജീവിച്ച് തീർക്കേണ്ടി വരും. MD എഴുതി വെച്ചതാണ്. ഇത് പേഴ്സണൽ ലൈഫിൻ്റെ 1ാം പാഠമാണ്. നിങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ ലൈഫാണ് 1ാമത്തെ ലൈഫ്. 2 ഫാമിലി ലൈഫാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ബന്ധമാണ് 2ാമത്തെ ലൈഫ്. അത് ഫാമിലി ലൈഫാണ്. 3ാമത്തെ ലൈഫ് ഇത് സോഷ്യൽ ലൈഫാണ്. നിങ്ങളും നിങ്ങളുടെ സമൂഹവുമായിട്ടുള്ള ബന്ധം, അവിടെ അയൽക്കാരുണ്ടാകാം, അതുപോലെ നാട്ടുകാരുണ്ടാകാം. അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ ചേരുമ്പം സോഷ്യൽ ലൈഫ് ഉണ്ടാകുന്നു. 4ാമത്തത് ഓർഗനൈസേഷണൽ ലൈഫാണ്. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നോ, നിങ്ങൾ എവിടെ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്നോ, അവിടെയാണ് ഓർഗനൈസേഷണൽ ലൈഫ്. ആ ലൈഫ് കഴിഞ്ഞാൽ അവസാനം ഞാൻ പറയും സ്പിരിച്വൽ ലൈഫ്. അതും ഒരു ജീവിതമാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെല്ലാം ഒരു സോഷ്യൽ ലൈഫിൻ്റെ ഭാഗമാണ്. ഒന്നുകൂടെ പ്ലസ് ചേർത്താൽ ഒരു ഓർഗനൈസേഷണൽ ലൈഫിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ലൈഫിൽ ഉടനീളം നിങ്ങൾക്കിപ്പോൾ നല്ല ബന്ധങ്ങളുണ്ട്, ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ ബന്ധങ്ങൾ എങ്ങനെ ഊഷ്മളമാക്കാം എന്നുള്ളതാണ് എൻ്റെ ക്ലാസ്. അപ്പം ആമുഖമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എങ്ങനെ ബന്ധങ്ങൾ ഊഷ്മളമാക്കാം, നിങ്ങൾക്കെല്ലാം അതറിയാമായിരിക്കും. പക്ഷേ ആ അറിവിലേക്ക് ഞാൻ ചിലതൊക്കെ ചേർത്ത് വെക്കുന്നു. അപ്പം നമ്മൾ തുടങ്ങുകയാണ്. എല്ലാവരും ഒന്ന് ചിരിച്ചേ. എല്ലാവരും ഒന്ന് ചിരിച്ചേ. ഞാൻ ക്ലാസ് തുടങ്ങുകയാണ്. ഞാൻ ക്ലാസ് തുടങ്ങിയില്ല, ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ക്ലാസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ചിരിക്കാനാണ് പറഞ്ഞത്, പൊട്ടിച്ചിരിക്കാൻ പറഞ്ഞില്ല. സ്മൈൽ പ്ലീസ് എന്നാണ് പറഞ്ഞത്. വെള്ളം കുടിക്കുന്നതിനിടയ്ക്കും ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. ദാറ്റ് ഈസ് എ സിമ്പിൾ ടാസ്ക്.
വളരെ നിസ്സാരമായ ഒരു ടാസ്ക്കാണ് ഞാൻ പറഞ്ഞത്, ചിരിക്കാൻ. നിങ്ങളിൽ എത്ര പേർ ചിരിച്ചു? എനിക്ക് കാണാം. നിങ്ങൾക്കെല്ലാവരെയും കാണാൻ പറ്റില്ല, എനിക്ക് നിങ്ങളെല്ലാവരെയും കാണാം. ചിലർ മാത്രമേ ചിരിച്ചുള്ളൂ. ചിലർ ചിരിക്കാൻ ശ്രമിച്ചു, ചിലർ ചിരിച്ചതുമില്ല, ശ്രമിച്ചതുമില്ല. അവരൊക്കെ നമ്മളെ വോട്ടേഴ്സ് ID കാർഡിലെ ഫോട്ടോ ഉണ്ട്. നമ്മൾ രണ്ടാമതൊരിക്കലും നോക്കാത്തൊരു ഫോട്ടോയാണ് വോട്ടേഴ്സ് ID കാർഡിലെ ഫോട്ടോ. നമ്മളങ്ങനെ നല്ല കടുപ്പിച്ചിരിക്കും. എന്തുകൊണ്ടാണ് ഞാനൊരു സിമ്പിൾ ടാസ്ക്കായ സ്മൈൽ പ്ലീസ് പറഞ്ഞിട്ടും നിങ്ങളിൽ എല്ലാവരും ചിരിക്കാതിരുന്നത്? അല്ലെങ്കിൽ നിങ്ങളിൽ എല്ലാവരും ചിരിക്കാൻ ശ്രമിക്കാതിരുന്നത്? ഇല്ലെങ്കിൽ ശ്രമിച്ചതുമില്ല, ചിരിച്ചതുമില്ല എന്ന മൂന്നാമത്തെ അവസ്ഥയിലേക്ക് നിങ്ങളിൽ ചിലരെങ്കിലും വന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും ഞാൻ പറയുന്ന ആ സിമ്പിൾ ടാസ്ക് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഇൻട്രാക്ഷൻ ആകാം, എന്തുകൊണ്ടാകാം, ആർക്കെങ്കിലും പറയാം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ സമയക്കുറവ് കൊണ്ട്, ഇതൊക്കെ നമുക്ക് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ തന്നെ ആൻസർ പറയാം. അതായിരിക്കും ഇപ്പോൾ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പ്രധാന കാര്യം ഹ്യൂമൻ ബീയിങ്സ് ആർ ഡിഫറൻറ്റ്. മനുഷ്യൻ വ്യത്യസ്തനാണ്. ഒരു പുഞ്ചിരിയുടെ കാര്യത്തിൽ പോലും നിങ്ങൾ വ്യത്യസ്തരാണ്. ചിലർ ചിരിച്ചു, ചിലർ ചിരിച്ചതേയില്ല, ചിലർ ചിരിക്കാൻ ശ്രമിച്ചു. ഒരു സിമ്പിൾ ടാസ്കിൽ പോലും നിങ്ങൾ ഡിഫറൻ്റാണ്. ഇത് ഒന്നാം പാഠമാണ്. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ഒന്നാം പാഠം ഇതാണ് നിങ്ങൾ പഠിക്കാൻ. മനുഷ്യൻ വ്യത്യസ്തനാണ്. നിങ്ങൾ ഒരാളാണെങ്കിൽ നിങ്ങളുടെ വൈഫ് വ്യത്യസ്തയായ ഒരാളാണ്. അതുപോലെ നിങ്ങളുടെ മക്കൾ 4 പേരും വ്യത്യസ്തരാണ്. നിങ്ങളുടെ അയൽക്കാരും വ്യത്യസ്തരാണ്. നമ്മൾ ഇടപഴകുന്ന മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ്. ഞങ്ങൾ വക്കീലന്മാരിൽ പലരും വ്യത്യസ്തരായ സ്വഭാവ ഇടങ്ങളുള്ളവരാണ്. മൻസൂർ സാർ എന്ന് ചില ആളുകളുടെ ഉദാഹരണം എന്നോട് പറഞ്ഞു. ക്ലയൻറ്റിനെ ഡീല് ചെയ്യുന്നത് സംബന്ധിച്ചതാണ്. ഒരു അഡ്വക്കേറ്റ് ഒരു ക്ലയൻറ്റിനോട് ഡീല് ചെയ്യും പോലെ അല്ല മറ്റൊരാൾ ഒരു ക്ലയൻറ്റിനെ ഡീല് ചെയ്യുന്നത്. മനുഷ്യൻ വ്യത്യസ്തരാണ്. ഈ വ്യത്യസ്തത പഠിച്ചാൽ നിങ്ങൾക്ക് വ്യക്തിബന്ധം ഊഷ്മളമാക്കാം, നിങ്ങളുടെ കുടുംബ ബന്ധം ഊഷ്മളമാക്കാം, നിങ്ങളുടെ സോഷ്യൽ ലൈഫ് ഊഷ്മളമാക്കാം, നിങ്ങളുടെ ഓർഗനൈസേഷണൽ ലൈഫ് ഊഷ്മളമാക്കാം. ആദ്യം മാറാൻ തീരുമാനിക്കുക. മാറാൻ തീരുമാനിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ഒരു വാതിലും അടഞ്ഞു കിടക്കുകയില്ല. അത് തുറക്കപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ഡിസയർ ഉണ്ടെങ്കിൽ ആ ഡിസയറിനെ ബേണിംഗ് ഡിസയറാക്കി മാറ്റുമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു മതിലും നിങ്ങൾക്ക് എതിരായി നിൽക്കില്ല. ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്വലിക്കുന്ന ആഗ്രഹം. എനിക്ക് മാറണം എന്ന് ഞാൻ തീരുമാനിക്കുന്നിടത്ത് ബേണിംഗ് ഡിസയർ ആരംഭിക്കുന്നു. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ വൈഫിനെ മാറ്റാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ വൈഫിനെ മാറ്റാൻ ഒരാൾക്ക് മാത്രം കഴിയും. അത് നിങ്ങളുടെ വൈഫിന് മാത്രമാണ്. അവർ മാറാൻ തീരുമാനിച്ചാൽ അവർക്ക് മുമ്പിൽ തടസ്സങ്ങളേയില്ല. പക്ഷേ ഷീ ഷുഡ് ഹാവ് ടു ഡിസൈഡ് ഹെർസെൽഫ്. അവൾ തീരുമാനിക്കണം എനിക്ക് മാറണമെന്ന്. പല ദാമ്പത്യ ബന്ധങ്ങളും തകരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഭർത്താവ് ഭാര്യയെ മാറ്റാൻ ശ്രമിക്കുന്നിടത്താണ്. ഭാര്യ ഭർത്താവിനെ മാറ്റാൻ ശ്രമിക്കുന്നിടത്താണ്. ഇത് നടക്കുമോ എന്നുള്ളത് 15 വയസ്സ് വരെ ഒരു വ്യക്തിയെ നമുക്ക് മാറ്റാൻ കഴിയും. അത് കഴിഞ്ഞാൽ അവനിൽ ഉറച്ചുപോയ വ്യക്തിത്വങ്ങളും ധാരണകളും വിശ്വാസങ്ങളും അവനെ മാറ്റുന്നതിന് സഹായകരമാകില്ല. കാരണം അവൻ അതിൽ ഉറച്ചുപോയി. നിങ്ങൾ എത്രയോ പ്രാവശ്യം നിങ്ങളുടെ വൈഫിനോട് പലതും ഗുണദോഷം നടത്തിയിട്ടുണ്ടാവും. വൈഫ് അത് പാലിക്കുന്നുണ്ടോ? ഭാഗികമായി പാലിക്കും, പൂർണ്ണമായും പാലിക്കില്ല. കാരണം അവരെ ബേസിക് നേച്ചറുണ്ട്. ആ നേച്ചർ മാറ്റാൻ അവർ ശ്രമിച്ചാൽ, അവരെ ആഗ്രഹിച്ചാൽ, അവർ വിശ്വസിച്ചാൽ അവർക്ക് മാറാൻ കഴിയും. ഈ ഭൂമിയിൽ 2 തരം വ്യക്തികളുണ്ട്. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നോക്കിയാൽ 2 തരം വ്യക്തികൾ.
ഒന്ന് ഇൻട്രോവർട്ട്, 2 എക്സ്ട്രോവർട്ട്. ആരാ ഇൻട്രോവർട്ട്? ഇൻട്രോവർട്ട് ആരാണ്? യെസ്, മിടുക്കൻ. അന്തർമുഖൻ എന്ന് മലയാളത്തിൽ പറയും, ലിറ്റററി സെൻസിൽ അന്തർമുഖൻ. ഇവിടെ നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പരിചയപ്പെടാൻ പോകുമ്പോൾ തന്നെ പതിയെ ചില ആളുകൾ ഉൾവലിയും. ഞാനിന്നൊരു ട്രയൽ നടത്തി. ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു ട്രയൽ നടത്തി. ചില ആളുകളെ ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടു. എനിക്കിവിടെ മസിൽ പിടിച്ചിരിക്കാമായിരുന്നു. പക്ഷേ ഞാൻ പോയി അവരങ്ങോട്ട് പരിചയപ്പെട്ടത് ഞാനൊരു ഒരു 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 ചെറിയ ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു. എത്ര പേര് ഇതിനകത്ത് ഇൻട്രോവർട്ടുണ്ട്, എത്ര പേർ എക്സ്ട്രോവർട്ടുണ്ട്? ഇൻട്രോവർട്ടിൻ്റെ ഓപ്പോസിറ്റാണ് എക്സ്ട്രോവർട്ട്. എക്സ്ട്രോവർട്ട് എന്താണ്? ബഹിർമുഖൻ എന്ന് മലയാളത്തിൽ പറയും. എല്ലാവരെ കണ്ടാലും ചിരിക്കുന്നവൻ, എല്ലാവരെ കണ്ടാലും സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നവൻ, എൻ്റെ ഫ്രണ്ടായി ഇയാളെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവൻ. നിങ്ങളിൽ എത്ര പേർ അങ്ങനെ ബോധപൂർവം ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്? നമുക്ക് ആളുകളുടെ ബന്ധങ്ങളെ ഊഷ്മളമാക്കാൻ ഞാൻ 3 ഏരിയയിലെ ടെക്നിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഇത് നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് അത് ഇനിയുള്ള ലൈഫിൽ ഭയങ്കരമായൊരു പോസിറ്റീവ് ഹാപ്പിനെസ് നിങ്ങൾക്കുണ്ടാക്കാം. എന്താണ് ഹാപ്പിനെസ്? റിലേഷൻഷിപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാം. എന്താണ് ഹാപ്പിനെസ്? നിങ്ങളുടെ സന്തോഷം എന്താണ്? നിങ്ങൾക്ക് എങ്ങനെയാണ് സന്തോഷം കിട്ടുന്നത്? ഹൗ ക്യാൻ ഗെറ്റ് എ ഗുഡ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്? വാട്ട് ഈസ് ദ റിയൽ ഫാക്ട് ഫോർ ഗെറ്റിംഗ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്? എന്താണ് ഹാപ്പിനെസ്? നമ്മളെല്ലാം ഹാപ്പിനെസ് എന്ന് പറയും. സിനിമ കാണുന്നതാണോ ഹാപ്പിനെസ്? സിനിമ കാണുന്നതാണോ? പാട്ട് കേൾക്കുന്നതാണോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുന്നതാണോ? അടിച്ചു പൊളിക്കുന്നതാണോ? എന്താണ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളിനെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ പേരാണ് ഹാപ്പിനെസ്. നിങ്ങൾ ഒരാളെ സന്തോഷിപ്പിക്കുമ്പോഴാണ് നിങ്ങൾ സന്തോഷവാനാകുന്നത്. നിങ്ങളുടെ വൈഫിനെ നിങ്ങൾ ഹാപ്പിയാക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയാവും. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ, നിങ്ങൾ ഹാപ്പിയാവും. മറ്റൊരാളിനെ സന്തോഷിപ്പിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയാകും. ഇന്ന് എൻ്റെ അനുഭവത്തിൽ ചെറിയൊരു കാര്യം പറയാം. ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. നിങ്ങളത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിന്നൊരു 11 മണിയായപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകണമായിരുന്നു. ഞാൻ പുറത്തേക്ക് പോയി ഒരു ചായ കുടിച്ചു. പുതിയൊരു ഹോട്ടലിലാണ് ഞാൻ കയറി ചായ കുടിച്ചത്. നല്ല ചായ ആയിരുന്നു, കൊള്ളാം, നന്നായിരുന്നു. അങ്ങനെ ഒരു നല്ല ചായ കുടിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? ഒരു ഹോട്ടലിൽ നിന്നാണ് നിങ്ങളൊരു ചായ കുടിച്ചത്, നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ ഉള്ളിൽ മറുപടി പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയാം. നല്ല ചായ ആയതുകൊണ്ട് ഞാൻ ഒരു വലിയ കടയില്ല, ഒരു ചെറിയ കടയാണ്. എനിക്ക് ചായ ഉണ്ടാക്കുന്ന ആളിനെ കാണാം. ഞാൻ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, നന്നായിരിക്കുന്നു കേട്ടോ, നല്ല ചായ. അയാളുടെ മുഖത്തുണ്ടായ സന്തോഷം എത്ര വലുതായിരുന്നു എന്നറിയാമോ? അയാൾ എന്നോട് പറഞ്ഞു, എല്ലാവരും മോശം ചായയാണെങ്കിൽ അത് പറഞ്ഞിട്ട് പോകും സാറേ. ആദ്യമായിട്ടാണ് ഒരാൾ വന്ന് നല്ല ചായ എൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്. ഞാൻ അവിടം കൊണ്ടും നിർത്തിയില്ല. ഞാൻ ആ മാനേജറുടെ അടുക്ക പോയി ഈ പേ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ചായ ആയിരുന്നു കേട്ടോ, കൊള്ളാം, നല്ല ചായ. അയാളും ഹാപ്പിയായി. ഞാൻ ഇന്ന് 2 പേരെ സന്തോഷിപ്പിച്ചു. ഈ ചെറിയ ഒരു ടോക്ക് കൊണ്ടാണ് ഞാൻ അവരെ സന്തോഷിപ്പിച്ചത്. എനിക്കറിയാം, പാലക്കാട്ട് ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോട്ടലിൽ ഞാൻ ചായ കുടിച്ച് ഇതുപോലെ ഞാൻ അവിടെയുള്ള ചായയടിക്കാരനോട് ഞാൻ പറഞ്ഞു, നല്ല ചായ, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഏതാണ്ട് 7 വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഒരു ട്രെയിനിൽ യാത്ര പോകുമ്പോൾ എൻ്റെ അടുക്കൽ ഒരാൾ വന്ന്, സാറിന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല. സാറ് ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ല ചായയെന്ന് എന്നോട് പറഞ്ഞ ഒരാൾ സാറാണ്. ഇത് നടന്ന സംഭവമാണ്. തമ്പുരാനെ മുൻനിർത്തി ഞാൻ പറയുക, എൻ്റെ അടുക്ക പറയുകയാണ്, ഞാൻ സാറിനെ മറന്നിട്ടില്ല എന്ന്. ഞാൻ അയാളെ മറന്നു, പക്ഷേ അയാൾ എന്നെ മറന്നിട്ടില്ല. നിങ്ങൾ എത്ര പേർ ഭാര്യ ഉണ്ടാക്കി തരുന്ന നല്ല സ്വാദുള്ള ഭക്ഷണത്തിനെ നന്നായിരിക്കുന്നു കേട്ടോ, മിടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് ഒരു നല്ല ഷർട്ട് ഇടുമ്പോൾ കൊള്ളാം, നിങ്ങൾക്ക് നല്ല ചേർച്ചയുണ്ട്, നിങ്ങളിൽ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ സ്ട്രോക്ക് എന്ന് പറയും. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ സ്ട്രോക്ക്. അത് 4 തരത്തിലുണ്ട്. അത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്,
നമ്മൾ ആ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്ട്രോക്ക്. നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ചെയ്യണം. ഈ കൈവെള്ളയിൽ ഏകദേശം 1000-ൽ പരം സ്പർശകോശങ്ങളുണ്ട്. ഈ കൈവെള്ളയിൽ നിങ്ങൾ ഈ കൈവെള്ള ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ മൃദുലമാണിത്. ഈ വശം പരുക്കനാണ്, ഇവിടെ മൃദുലമാണ്. എന്തൊക്കെ പടച്ചോൻ തന്നതാണ് നമുക്ക് ഈ മൃദുലത. എന്താണെന്നറിയോ? ഈ കൈ ഈ ചുമലിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സ്പർശിച്ചുകൊണ്ട് പറയുകയാണ് മിടുക്കൻ. നിങ്ങളുടെ മകൻ നല്ല മാർക്ക് വാങ്ങിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ ആ കുട്ടിയോട് പറയും കൺഗ്രാജുലേഷൻ, നന്നായിരിക്കുന്നു എന്ന് നിങ്ങൾ വാക്കുകൊണ്ട് വെർബലായിട്ട് നിങ്ങൾ പറയും. പക്ഷേ ഈ കൈവെള്ള കൊണ്ട് അവൻ്റെ ചുമലിൽ തട്ടിയിട്ട് മിടുക്കൻ, നീ എൻ്റെ മോൻ തന്നെയാണാ എന്ന് അവനോട് പറയുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അച്ഛൻ്റെ വാപ്പയുടെ കൈവെള്ളയുടെ സ്പർശനം കൊണ്ടുണ്ടാകുന്ന ഒരു ഊർജ്ജസ്വലത, അവനിൽ നിറയ്ക്കുന്ന ആ രക്തചംക്രമണം വളരെ വലുതാണ്. ദാറ്റ് മീൻസ് അത് ഒരു ഫിസിക്കൽ ടച്ചാണ്. കൈവെള്ള കൊണ്ട് നമ്മൾ സ്പർശിക്കുക. നമ്മൾ ഒരാളിനെ കണ്ടിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുക, സ്പർശനമാണത്. നമ്മൾ ചുമലിൽ തട്ടുന്നത്, നമ്മൾ അതുപോലെ തലോടുന്നത്, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്, അതുപോലെ കിസ്സ് കൊടുക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ, അത് മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, ഉമ്മയാകട്ടെ, വാപ്പയാകട്ടെ, നിങ്ങൾ ഒരു കിസ്സ് കൊടുക്കുന്നത് സെക്സ് ലൈഫിലല്ല, നിങ്ങളുടെ ഡേ ടൈമിൽ നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ഭാര്യമാർക്ക് ചുമ്മാ വെറുതെ ആരുമില്ലാത്തപ്പം ഒരു കിസ്സ് കൊടുത്തിട്ടുണ്ട്? അതൊന്നും നമ്മുടെ ദീൻ നിഷേധിച്ചിട്ടില്ല. നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കുന്നത് പോലെ ഭാര്യയ്ക്ക് തിരിച്ചും ചെയ്യാം, അത് വേറെ. പക്ഷേ മുൻകൈ എടുക്കേണ്ടത് ഒരു പുരുഷനാണ്. നമ്മൾ ഒരു കിസ്സ് ദാമ്പത്യത്തിനെ ഊഷ്മളമാക്കുന്നത്, വ്യക്തിബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നത് ഇതുപോലുള്ള ഫിസിക്കൽ ടച്ചിൻ്റെ ഒന്നാം പാഠമാണ്. ഷേക്ക് ഹാൻഡ് കൊടുക്കുക, കിസ്സ് ചെയ്യുക, കെട്ടിപ്പിടിക്കുക. മക്കളെ കെട്ടിപ്പിടിക്കാം, നമുക്ക് മക്കളെ കെട്ടിപ്പിടിക്കാം. ആ സ്പർശനം, ഈ ബോഡി ടച്ച് എന്ന് പറയും.